നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നവീന്റെ അടുത്തേക്ക് നരസിംഹ വക്കീൽ വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് പറ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അവളുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാം. ദേ മുത്തശ്ശ, അതൊന്നും പെട്ടെന്ന് അങ്ങനെ നടക്കുന്ന കാര്യമില്ല. അതെന്തു വർത്താനോടാ നീ പറയണേ? അത് പിന്നെ അമ്മ എന്താളും സമ്മതിക്കുമെന്ന് തോന്നില്ല. കാരണം അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധമായിരിക്കും അത്. അത് നിനക്ക് എങ്ങനെ അറിയാം? അല്ല, അവള് കുറച്ച് തന്റേടിയായ പെൺകുട്ടിയാ. നാലഞ്ച് ആണുങ്ങൾ ഒരുമിച്ച് വന്നാലും അവൾ ഇടിച്ച് സൂപ്പാക്കുന്ന ഒരു രീതിയിലുള്ള സ്വഭാവം അവളുടെ. അവൾ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറാവില്ല. അങ്ങനെ തന്റേടിയായിട്ട് ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അമ്മ ഒരു കാരണവശാലും സമ്മതിക്കില്ല. എടാ, എന്നാലും ആ പെൺകുട്ടി ആരെന്ന് പറഞ്ഞുകൂടെ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവളോട് ഞാൻ എന്റെ ഇഷ്ടം പോലെ തുറന്നു പറഞ്ഞിട്ടില്ല. ആ കൊള്ളാം, ഇതാ അപ്പൊ നന്നായത്. എന്നിട്ടാണോ നീ കല്യാണം വേണമെന്നും പറഞ്ഞ് നടക്കുന്നേ? അത് പിന്നെ മുത്തശ്ശ, അതൊക്കെ ഞാന് സംസാരിച്ചോളാം. പക്ഷേ എങ്കിലും ഈ വീട്ടില് അമ്മയും അച്ഛനെയും ഒക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട ആള് മുത്തശ്ശ. എടാ, നിന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ. അങ്ങനെ തന്റേടിയായിട്ടൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ വഴക്കായി പ്രശ്നമായി ഒടുവിൽ നിന്റെ സ്വസ്ഥത സമാധാനം പോവും. അതുകൊണ്ടാണ് ഞാൻ പറയണേ, അവൾക്കൂടെ ഇഷ്ടപ്പെട്ട മനസ്സിലാണെങ്കിൽ ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന്. അല്ലെങ്കിൽ എന്നും ഒരു യുദ്ധക്കളമായിട്ട് മാറും ഈ വീട്. അത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മുത്തശ്ശ. പെൺകുട്ടി തന്റേടിയാന്നും പറഞ്ഞുകൊണ്ട് അവളുടെ സ്വഭാവം നല്ലതാണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും മുത്തച്ഛന് പേടി വേണ്ട. പിന്നെ അച്ഛൻ വരുമ്പോ അച്ഛനെയും കൂടെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. എടാ, നീ ഒരു കാര്യം ചെയ്യ, ആദ്യം ആ പെൺകുട്ടിയോട് സംസാരിക്കേ, എന്നിട്ട് അതിന്റെ സമ്മതം വാങ്ങ്. അതിനുശേഷം നീ ഇവിടെ വാ. അപ്പോഴേക്കും ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചു വരുത്താം. അങ്ങനെ നിന്റെ അച്ഛൻ വന്ന് നിന്റെ അമ്മയോട് സംസാരിക്കും. അമ്മയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു ഓക്കെ ആക്കിയിട്ട് നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം. അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ അങ്ങോട്ട് കയറിപ്പോയപ്പോ നവീൻ ഇങ്ങനെ ആലോചിക്കുവേണം, നന്ദുവിനെ തന്നെ ഇഷ്ടപ്പെടോ ഇല്ലോ എന്നൊന്നും നവീൻ അറിയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ നവീന് അനിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. അനി ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുക. എങ്ങനെ താൻ ഈ കാര്യം നന്ദുവിനോട് പറയും? നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അപ്പോഴേക്കും ഇവൻ വിളിക്കാനും തുടങ്ങി. ഇവനിങ്ങനെ വിളിച്ചോണ്ടിരുന്ന കോൾ എടുക്കാതിരുന്ന അവന്റെ സംശയം തോന്നും. ഒടുവിൽ അനി കോൾ എടുത്തു. എടാ, നിന്നോട് ഞാൻ കുറച്ച് സാവകാശം ചോദിച്ചില്ലായിരുന്നോ? എടാ, അത് പിന്നെ എനിക്ക് എന്തോ നല്ല ടെൻഷനായിട്ടാ. അവളുടെ മനസ്സെന്താന്ന് അറിയാഞ്ഞിട്ട്. എടാ, അങ്ങനെ പെട്ടെന്ന് എന്ന് പറയാൻ പറ്റുന്ന കാര്യമാണോ? അല്ല, നീ അവളെ കാണുവാൻ പറ്റോ? ചെയ്തോ? കണ്ടു, പക്ഷെ അവളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. അവളുടെ സ്വഭാവം നിനക്ക് വ്യക്തമായിട്ട് അറിയാലോ. അവൾ എന്ത് മറുപടി പറയുന്ന അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അവള് നമ്മളെല്ലാരും ഫ്രണ്ട്സ് ആയിട്ടല്ലേ കാണുന്നേ. അല്ല, നീ അവളുടെ ഫ്രണ്ടല്ലേ? ഞാൻ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ തന്നെയാ. പക്ഷേങ്കില് എടാ, ഞാനും അവളുടെ ഫ്രണ്ട് തന്നെയാ. പക്ഷേങ്കില് എനിക്ക് അവളെ ഇഷ്ടമാണ്. അതിനിപ്പം നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യാം, ഞാൻ വേറെ ആരെ കൊണ്ടേലും പറയിപ്പിക്കാം. വേണ്ട വേണ്ട, അങ്ങനൊന്നും വേണ്ട. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ അനി കാര്യങ്ങളൊക്കെ നന്ദനോട് തുറന്നു പറയാതിരിക്കുമല്ലേ നവീന്റെ ഇഷ്ടത്തെക്കുറിച്ച്? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നവീന് എങ്ങാനും അവൾ ഇഷ്ടമെന്ന് പറയോ? അങ്ങനെ പറയാൻ വഴിയില്ല. എന്നാലും നോ പറയാൻ പറ്റില്ല നന്ദുവിന്. എങ്ങനെയാ അവന്റെ മുഖത്ത് നോക്കി നോ പറയുന്നേ? അതൊക്കെ ഓർത്ത് അവൾക്ക് നല്ല വിഷമാവും. അതുകൊണ്ടാണ് അനി പറയാതിരിക്കുന്നത്. പിന്നീട് അനി പറഞ്ഞു, എനിക്ക് ഇത്രയും കൂടെ സാവകാശം താ, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നവീനെ ആശ്വസിപ്പിച്ചിട്ട് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അനി ഇരിക്കുക. എന്ത് ചെയ്യണം എന്നറിയില്ലാതെ. അതേസമയം ആദർശ് നയനെ ചേർത്ത് പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. നയന പറഞ്ഞു, എന്നാലും ആദർശേണ്ട ഇത്രയും ദിവസം മാറിയിരിക്കുന്ന ഇതാദ്യമായിട്ടല്ലേ? എനിക്ക് നല്ല വിഷമമുണ്ട് ആദർശേണ്ട പിരിഞ്ഞിരിക്കുന്ന. 2 ആഴ്ച എന്നുള്ള ചിലപ്പോൾ 2 വർഷം പോലെ എനിക്ക് തോന്നേ. ആദർശ് പറഞ്ഞു, എന്റെ മനസ്സിദ്ധി അതുപോലെ തന്നെയാ. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് പോകുന്ന കാര്യത്തില്. പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. നയന പറഞ്ഞു, പോവാതിരിക്കൊന്നും വേണ്ട. പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടത്തണ്ടേ? പിന്നെ അവിടെയുള്ള പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. അതൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. നീ പേടിക്കണ്ട, നിന്നെ നോക്കാനായിട്ട് അമ്മയുണ്ടല്ലോ. ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല ആദർശേട്ടാ. അമ്മ എന്നെ നല്ല പൊന്നുപോലെ നോക്കും. മുമ്പത്തെ പോലെ അല്ലോ. ഇപ്പൊ ആദർശനെക്കാളും കാര്യമായിട്ടാ എന്നെ നോക്കുന്നത്. എന്നോട് അത്രയ്ക്ക് സ്നേഹമാ. അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാ എനിക്ക് ഇത്ര പേടിയില്ലാതിരിക്കണേ. കാരണം നിന്റെ കാര്യത്തില് അമ്മയ്ക്ക് അത്ര കരുതലോ സ്നേഹമുണ്ട്. നയന പറഞ്ഞു, എത്രയാന്ന് പറഞ്ഞാലും ആദർശൻ ഇതുവരെ ഇതിങ്ങനെ മാറി നിന്നിട്ടല്ലോ. ആദ്യമായിട്ടല്ലേ ഇത്രയും ദിവസം മാറിയിരിക്കാൻ പോകുന്നേ. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നീ വിഷമിക്കണ്ട, ഇതുപോലെ തന്നെ എന്റെ അവസ്ഥ. പിന്നെ അവിടെ ചെന്ന് ജോലിയിലൊക്കെ മുഴുകി കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്നും ഓർക്കില്ല. കാരണം ജോലി കഴിഞ്ഞ് തിരികെ എത്തിക്കഴിയുമ്പോഴേക്കും നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടുള്ളൂ. ഓഹോ, അപ്പൊ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടോ എന്നെ മറന്നുപോയല്ലേ? അങ്ങനെ മറന്നു പോകുന്നല്ല പറഞ്ഞേ. നമ്മൾ ജോലി തിരക്കിനകത്തേക്ക് പെട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ ഒന്നും ഓർക്കാൻ നമുക്ക് സമയം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നയനെ ചേർത്ത് പിടിച്ച് ആദർശം സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയം നവ്യയും അഭിയും കൂടെ സംസാരിക്കുകയാണ്.
അബിയോട് നവി പറഞ്ഞു, ആനന്ദപുരി ഒരു സിംഹം എന്റെ മുന്നിൽ കീഴടങ്ങി കഴിഞ്ഞു. എന്ത് വേണമല്ലോ ആയിക്കോളാനായിട്ടാ. ഇനി എനിക്ക് ധൈര്യമായിട്ട് പരിസരത്തിലൊക്കെ പോയി അഭിനയിക്കാം, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. ഇനിയിപ്പോ ഈ അനന്തപുരി അറിയപ്പെടാൻ പോകുന്ന നവ്യയുടെ പേരിലായിരിക്കും. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, അത് ശരിയാ. അനന്തപുരിയിലെ മൂർത്തി അറിയപ്പെടാൻ പോകുന്ന നവ്യയുടെ മുത്തശ്ശൻ എന്നുള്ള പേരിലായിരിക്കും അല്ലേ? അതെ, അതുപോലെ തന്നെയാണ് അറിയപ്പെടാൻ പോകുന്നത്. നീ കണ്ടു, അധികം വൈകാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ അഭി പറഞ്ഞു, എടി ഒരു കാര്യമുണ്ട്, പിന്നെ ഞാൻ നിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ല. എടാ നീ ആരെയാ പേടിക്കണേ? നിനക്കെന്താ ഇത്ര പേടി? ഇനി നിനക്കതൊക്കെ പറയാം, പക്ഷെ അറിയാലോ ഈ വീട്ടിൽ എല്ലാരും നിന്നെ എതിർക്കും. പക്ഷെ ആ സമയത്ത് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചിലപ്പോ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. നമ്മളെ രണ്ടുപേരെയും തെറ്റിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നിരിക്കും. നിന്റെ അനുജത്തി ആദർശേണ്ടും എല്ലാം അതിന് മുന്നിൽ നിൽക്കത്തുള്ളൂ. എടാ ആരൊക്കെ തെറ്റിക്കാൻ നോക്കിയാലും നമ്മൾ രണ്ടുപേരും തെറ്റാൻ പോകുന്നില്ല. എടി അങ്ങനെയല്ല, എന്നെക്കുറിച്ച് പല അപവാദ കഥകളൊക്കെ പറഞ്ഞു വരുത്തും. അത് നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ലേ? അങ്ങനെ നമ്മളെ രണ്ടുപേരും പിരിക്കാൻ നോക്കും. എന്തൊക്കെ അപവാദ കഥകൾ പറഞ്ഞാലും ഈ നവ്യ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അഭിക്ക് സന്തോഷമായി. നീ ധൈര്യമായിട്ടിരിക്കടാ. എനിക്ക് പരസ്യം ചെയ്ത് കുറെ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് സ്വന്തമായിട്ടൊരു മൂർത്തി ജ്വല്ലറിക്ക് പകരം സ്വന്തമായിട്ടൊരു ജ്വല്ലറി തുടങ്ങാന്ന് പറയണം. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, കൊള്ളാം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു മധുര പ്രതികാരം തന്നെ ആയിരിക്കും. അതേടാ അഭി, എന്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളുണ്ട്. മൂർത്തി ജ്വല്ലറിക്കെതിരെ ഒരു ജ്വല്ലറി തുടങ്ങുക, നമ്മളൊരു കലക്ക് കലക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പരസ്യത്തിന് പോണ സമയത്ത് നീയും എന്നോടൊപ്പം വരണം. ശേ, അതെങ്ങനെ ശരിയാന്ന്? നാണക്കേടല്ലേ? എന്ത് നാണക്കേട്? ഞാനേ കഴിഞ്ഞ ദിവസമൊക്കെ പരസ്യത്തിന് അഭിനയിക്കാൻ പോയി കഴിഞ്ഞപ്പോ എനിക്ക് വലിയ സ്വീകരണം തന്നെയാണ് കിട്ടിയത്. കാരണം ഞാൻ ആനന്ദമൂർത്തിയുടെ വീട്ടിലെ മരുമോളല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു സ്വീകരണം കാര്യങ്ങൾ എനിക്ക് കിട്ടി. നീ എന്നോടൊപ്പം വന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ കുഞ്ഞിനെ നോക്കാനായിട്ട് അമ്മയുണ്ടല്ലോ, അമ്മ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോവാം. അങ്ങനെയാണെ പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ നിന്റെ ശക്തിയായിട്ട് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ എനിക്ക് നിന്നെ തള്ളിപ്പറഞ്ഞ് അവരോടൊപ്പം നിൽക്കേണ്ടതായിട്ട് വരും. അത് നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ല കേട്ടോ, നിന്നോട് ഇഷ്ടമുണ്ട്. പക്ഷെ നീ എന്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണം. അതൊക്കെ എനിക്ക് അറിയാടാ അബി. എനിക്ക് നിന്നെപ്പോലെ ഒരുത്തിന് ഭർത്താവായിട്ട് കിട്ടിയതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം നീ അത്രയ്ക്ക് പാവാടാ. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാന്നൊക്കെ പറയണം. അപ്പോഴേക്കും അബി നവീനെ ഇങ്ങ് ചേർത്ത് പിടിച്ചിട്ട് മനസ്സിൽ പറഞ്ഞു, എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ലടി. എന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം അറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നീ പിന്നെ എന്നെ വെച്ചേക്കില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാന്ന് അഭി മനസ്സിൽ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം നയന ആദർശിന് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെക്കണം. പിന്നീട് ആദർശനോട് ചോദിച്ചു, അല്ല വിസയും പാസ്പോർട്ടും ഒക്കെ എടുത്തോന്ന് ചോദിക്കണേ. എല്ലാം എടുത്തിട്ടുണ്ട്, അതില്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇനിയിപ്പോ അവിടെ ചെന്നാലും ഉണ്ടാക്കാമെന്നുള്ളൂ, അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പേടി വേണ്ട എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയണം. മുമ്പത്തെ പോലെ ഒന്നും അല്ലല്ലോ. അതെ ആദർശേട്ടാ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാ. എന്താ? ഇനി പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പൊ ഒരു ഓട്ടം. ഇനിയിപ്പൊ ഞാൻ പോകുന്ന ഫ്ലൈറ്റ് എങ്ങാനും തകരുമെന്ന് പേടിച്ചിട്ടാണോ? എന്ത് വർത്താനം ആദർശേട്ടാ പറയണേ? ഇങ്ങനെയാണ് ഒരു നല്ല കാര്യത്തിന് പോകാൻ തുടങ്ങുമ്പോഴത്തേനും പറയണേ. അതെ എനിക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞല്ല, ഞാൻ വെറുതെ പറഞ്ഞ. ആദർശേട്ടൻ അറിയാലോ, ആദർശേട്ടൻ പോകുന്നുണ്ട് എനിക്ക് വിഷമമുണ്ട്. എന്നെക്കാളും കൂടുതൽ വിഷമിക്കുന്ന ഒരാളുണ്ട്, അമ്മയല്ലേ. അതെനിക്കറിയാന്ന് ആദർശ് പറയണ. അതെ, എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ആദർശേട്ടൻ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പോയി കഴിയുമ്പോ അമ്മയ്ക്ക് പിന്നെ അതൊന്നും പ്രശ്നമായിരിക്കില്ല. അങ്ങനെയൊന്നും അല്ല ആദർശേട്ടാ. മക്കളെ ഒരു ദിവസം കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ നെഞ്ചു കത്തും. അവർക്ക് എത്രമാത്രം വേദനയുണ്ടെന്ന് ആദർശേട്ടൻ അറിയാവോ? പ്രത്യേകിച്ച് അമ്മയുടെ കാര്യത്തില്. ആദർശനെ ഇതുവരെയായിട്ടും പിരിഞ്ഞിരുന്നിട്ടല്ലോ, അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളും അമ്മയ്ക്ക് ഉണ്ടാവും പറയണം. പിന്നീട് നയന നേരെ പൂജാമുറിയിലേക്ക് വന്നപ്പോ ദേവേനെ പൂജാമുറി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നയനം ദേവേനോട് പറഞ്ഞു, അമ്മേ എനിക്കറിയാം അമ്മയുടെ വിഷമം എന്താന്ന്. അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ? മോളുടെ മുഖം എന്താ വല്ലായിരിക്കണേ? അത് പിന്നെ ആദർശനെ ഇത്ര നാളും പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ, അതിന്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ അമ്മ അത് പറഞ്ഞില്ലെങ്കിലും അമ്മയുടെ മനസ്സിൽ അതിന്റെ ഇരട്ടി വിഷമമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമേ. സങ്കടപ്പെടുകയൊന്നും വേണ്ട. ആദർശനം പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ നയനെയാണ് സമാധാനിപ്പിക്കുന്നത്. പിന്നീട് ദേവേനെയും നയനും കൂടെ ഹാളിലേക്ക് വരുമ്പോഴത്തേനും അവിടെ മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു, രണ്ടുപേരും പൂജാമുറിന്ന് വരുവാണോ? അത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അത് പിന്നെ ആദർശൊന്നും പോവല്ലേ അച്ഛാ, നല്ല വിഷമം ഉണ്ടെന്നറിയാം രണ്ടാൾക്കും. ഇതുകൊണ്ടൊക്കെ ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞേ. അപ്പോഴേക്കും നയന് പറഞ്ഞു, മുത്തശ്ശൻ പോവാനോ? ഒന്നാമത്തെ കാര്യം മുത്തശ്ശന് വയ്യാതിരിക്കുന്ന സമയല്ലേ, ഈ സമയത്ത് മുത്തശ്ശൻ പോകേണ്ട കാര്യമില്ല എന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതൊന്നും പ്രശ്നമല്ല, കുറച്ച് പ്രായമായെന്നുള്ളൂ, ഞാൻ പോയാൽ മതിയായിരുന്നു, ഞാനല്ലേ മുമ്പൊക്കെ പോയിക്കൊണ്ടിരുന്നേ. അത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, അതൊന്നും സാരില്ല അച്ഛാ. പിന്നെ ആദർശനെ കുറച്ച് ദിവസം
പിരിഞ്ഞിരിക്കേണ്ട വരുമെന്ന് ഓർത്തോണ്ട് ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അതെ ഇനിയിപ്പം ആദർശ് പോയാലും ദേ ഈ നിൽക്കുന്ന നിന്റെ മരുമോൾ ഇവിടുന്ന് മാറി നിന്നാലും നിനക്ക് വിഷമമല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ അങ്ങനെയല്ലേ അമ്മേ, നേരത്തെ ആയിരുന്നെങ്കിൽ അതൊന്നും പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എനിക്കെന്തോ മോളെയും കാണാതിരിക്കാനായിട്ട് പറ്റില്ല. രണ്ടുപേരെയും കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ നെഞ്ചു വെങ്ങും. പിന്നെ ഇവിടെ ഒരു കുറച്ച് ദിവസം 10-14 ദിവസം ജയിലിൽ കിടന്നായിരുന്നു. അവനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? ചിന്തിക്കുക പോലും ചെയ്തില്ലല്ലോ. മുത്തശ്ശി പറഞ്ഞ് എങ്ങനെ ചിന്തിക്കാനാ? അവൻ ഈ വീട്ടിലില്ലായിരുന്നോണ്ട് കുറച്ച് ദിവസത്തെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, നമുക്കായിരുന്നു സമാധാനം ഉണ്ടായിരുന്നേ, പക്ഷേ നവ്യയ്ക്കും ജലജിക്കും ഭയങ്കര വിഷമമായിരുന്നു അവനെ കാണാതിരുന്നിട്ട്. മുത്തശ്ശൻ പറഞ്ഞു, എന്റെ പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അവൻ പിന്നെ ഈ വീട്ടിൽ പോലും കാണണ്ടല്ല. അത്രയും വലിയ തെറ്റാ അവൻ ചെയ്തിരിക്കുന്നേ. പക്ഷെ ഞാന് നയനയുടെ ചേച്ചിയാണല്ലോ നവ്യനെയും കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രം അവനെ വീണ്ടും ഈ വീട്ടിൽ പാർപ്പിച്ചിരിക്കുന്നേ. പക്ഷെ അവൻ വിഷം തുപ്പുന്ന ഇനമാണ്. അവൻ മാത്രമല്ല അവന്റെ അമ്മ. എപ്പോഴേത് നേരത്താ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആൾക്കാരെ കൊല്ലാൻ പോലും മടിയില്ലാത്തങ്ങളാ രണ്ടെണ്ണങ്ങളും. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ. ആ സമയം നയന പറഞ്ഞു, മുത്തശ്ശ ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്നാലും മോളുടെ ചേച്ചി അതിനേക്കാളും കൂടുതൽ ഇപ്പൊ വിഷമം തന്നുകൊണ്ടിരിക്കുവാളോ എന്ന് മുത്തശ്ശി പറയാണ്. കാരണം നേരത്തെ ഒന്നും നവ്യ ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതിനേക്കാളും കൂടുതലായിട്ട് നവ്യാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കണേ. അത് കേട്ടിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വസുന്ധരെ. ഇപ്പൊ മൂർത്തി ജ്വല്ലറി തലപ്പത്തിരിക്കുന്ന ആദർശാണ്. അവനൊക്കെ അറിയാം ഒരു കുടുംബവും അതുപോലെ തന്നെ ജ്വല്ലറിയൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നല്ല രീതിയിൽ. അതുകൊണ്ടാണല്ലോ അവൻ കുടുംബത്തെ കാര്യങ്ങളാണെങ്കിലും ജ്വല്ലറിയുടെ കാര്യങ്ങളാണെങ്കിലും നല്ല രീതി നോക്കുന്നത്. ഭാബിയെപ്പോലുള്ള ഒരുത്തിന് ഈ വീട്ടിലുള്ള സമയത്ത് ആദർശനെ പോലെ ഒരു നല്ലൊരു കൊച്ചുമോൻ എനിക്കുള്ളത് അത് വലിയൊരു ഭാഗ്യം തന്നെയാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് നയനയോട് മുത്തശ്ശി പറഞ്ഞു, മോളങ്ങോട്ട് കയറിപ്പോയിക്കോ, കാരണം അവൻ പോവാനായിട്ട് റെഡിയാവുമല്ലേ. മോളങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് നയനെ അങ്ങോട്ട് മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് നയന മുറിയിലേക്ക് വരുമ്പോഴത്തേനും ആദർശം വെച്ച് പ്രാർത്ഥനയെ കഴിഞ്ഞോന്ന് ചോദിക്കാം. നയന പറഞ്ഞു, കഴിഞ്ഞെന്ന് പറയാണ്. നീ എന്തിനാ വിഷമിക്കുന്നേ, സങ്കടപ്പെടുമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നയനെ ചേർത്ത് പിടിച്ചു. ആ സമയം നയന പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ആദർശേട്ടാ. എന്താന്ന് എനിക്ക് അറിയില്ല. അതെ ഇങ്ങനൊന്നും ചിന്തിക്കുക പോലും വേണ്ട. ആരോഗ്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം കേട്ടോ. ഞാനിവിടെ ഇല്ലെന്ന് ഓർത്തുണ്ട് ആരോഗ്യം ഒന്നും ശ്രദ്ധിക്കാതിരിക്കരുത്. അതൊക്കെ അമ്മ നന്നായിട്ട് നോക്കൂല്ലെന്ന് പറയണം. എന്നാ ഇറങ്ങാന്ന് പറഞ്ഞ് ബാക്കി എടുത്തോണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് താഴെ ഹാളില് മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനി അനിയൊക്കെ ഉണ്ടായിരുന്നു. ജയനും ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കണ സമയത്ത് ദേവേനി പറഞ്ഞു, മുമ്പത്തെ പോലെ ഒന്നുമല്ല, അവനിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്. നയനമോള് ഉണ്ടല്ലോ, നയനമോള് പ്രഗ്നന്റും കൂടി ആയിട്ടിരിക്കുമല്ലേ, അതിൻ്റെതായ ഒരു വിഷമങ്ങളൊക്കെ അവനുണ്ടെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ ഇല്ലാതിരിക്കോ, നേരത്തെ എന്ന് പറഞ്ഞാൽ 1-2 ദിവസമല്ലേ മാറി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലോ, 2 ആഴ്ചക്കാലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, ഇതൊക്കെ കൊണ്ടാ ഞാൻ പോകാന്ന് പറഞ്ഞ്. ജയൻ പറഞ്ഞു, അവൻ പോയി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വരട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കുമാണ് ആദർശ് നയനയും കൂടെ ഇങ്ങോട്ട് വരുന്നേ. അങ്ങനെ ആദർശം വന്ന് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട്. മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ചെന്ന ഉടനെ വിളിക്കണം. പിന്നെ എന്തേലും ബുദ്ധിമുട്ടുകൾ അവളെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും വിളിക്കണം. അവിടുത്തെ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന ഗോവിന്ദ ഷേണായിരുന്നു. അദ്ദേഹം അങ്ങനെ പിന്നെ റിട്ടയർ ആയതിനു ശേഷം പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ പാടെ അവതാളത്തിലാണ്. അത്ര പ്രഗത്ഭനായിട്ട് അവൾ ആരും വീണ്ടും വന്നിട്ടൊന്നുമില്ല. പിന്നെ അവിടെ നമുക്ക് ഒരു പുതിയ എതിരാളി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയും കണ്ടും വേണം നിൽക്കാനായിട്ട്. അവരുടെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതറിയാം മുത്തശ്ശ, പക്ഷെ ഇവിടെ നമ്മളല്ലേ ലീഡിങ് ജ്വല്ലറി, നമ്മളെ കടത്തി വിട്ടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ. ജയൻ പറഞ്ഞു, അത് ശരിയാ, എന്നാലും അവരിപ്പം പിടിച്ചിരിക്കുന്നേ കാരണം നമ്മളോടൊപ്പം കിടപിടിക്കാനായിട്ട് അവര് പല ശ്രമങ്ങളും നടത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിലല്ലേ അവരുടെ ജ്വല്ലറിക്ക് നല്ല നേട്ടം ഉണ്ടാകത്തുള്ളൂ. മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഒടുവില് ആദർശ് പോകാനായിട്ട് ഇറങ്ങുവാണ്. അനി പറഞ്ഞു, അതെ ഞാൻ ബാഗെടുക്കാന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇത് നിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഭംഗിക്ക് നോക്കണം. 2 ആഴ്ചത്തെ കാലം ജ്വല്ലറി നിന്റെ മേൽനോട്ടത്തിലായിരിക്കും, ഒന്നിനും ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആദർശേട്ടാന്ന് പറഞ്ഞു. ഈ സമയത്ത് ഹബീബ് ബാൽക്കണി പോയി നിൽക്കുവാണ്. ആദർശിന്റെ പോക്കിനായിട്ട് കാത്തു നിൽക്കുവാണ്. അവൻ ഇറങ്ങി പോട്ടെ, അവനിട്ടുള്ള പണി താൻ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അബിയോടെ കാത്തു നിൽക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.